ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശൈവചാപം ഖണ്ഡിച്ച് അനന്തരം സീതയാൽ സ്വീകൃതനായി ശ്രീരാമചന്ദ്രൻ്റെ വിവാഹം നടന്നു. അവിടെ ശ്രീരാമചന്ദ്രൻ്റെ മാത്രമല്ല, ശ്രീരാമൻ്റെയും ഭരതൻ്റെയും ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയും അതുപോലെ സീതയുടെ സഹോദരിമാരുമായുള്ള അവിടെ രണ്ട് കുടുംബങ്ങൾ പൂർണ്ണമായ ഒന്നായി. മാണ്ഡവിയും ശ്രുതകീർത്തിയും ഊർമിളയും രണ്ട് കുടുംബങ്ങളൊന്നായി ചേർന്നു. ആനന്ദഭാവത്തോടുകൂടി വിവാഹാനന്തരം ദശരഥനും സംഘവും അയോധ്യയിലേക്ക് മടങ്ങുന്നു. ആ സമയത്താണ് ഭാർഗവരാമൻ എതിരെ വരുന്നത്. ക്ഷത്രിയ വംശത്തെ മുഴുവൻ 21 പ്രാവശ്യം നശിപ്പിച്ചവനാണ്. അങ്ങനെയുള്ള പരശുരാമൻ വരുന്നത് കണ്ട് ഭീതനായി തീർന്നു ദശരഥൻ. വാൽമീകീയത്തിലും മറ്റും ഇത് വളരെ വിസ്തൃതമായി പറയുന്നുണ്ട്. ദശരഥൻ പരശുരാമനെ വന്ദിച്ച് പലതും പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തീർത്തും അത് അവഗണിച്ചുകൊണ്ട് ശ്രീരാമന് നേർക്ക് പരശുരാമൻ തിരിയുകയാണ്. ശൈവചാപമെല്ലാം ഭേദിച്ചു. അങ്ങനെയുള്ള നീ ഈ വൈഷ്ണവചാപം കുലയ്ക്കാൻ സന്നദ്ധനാണോ എന്ന് വെല്ലുവിളിക്കുന്നു. ഈ സന്ദർഭത്തിൽ ശ്രീരാമൻ പരശുരാമനോട് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രവിച്ചത്. വളരെ പ്രസിദ്ധന്മാരായ മഹാനുഭാവന്മാരായ പ്രൗഢാത്മാക്കളായ അങ്ങയെപ്പോലുള്ളവർ കേവലം ബാലന്മാരായ കുട്ടികളായ ഞങ്ങളോടൊക്കെ ഇങ്ങനെ വെല്ലുവിളിക്കാൻ തുടങ്ങിയാൽ എന്താണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് ആശ്രയം? പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് സ്വന്തം ആശ്രമത്തിൻ്റെയും കുലത്തിൻ്റെയും ധർമ്മങ്ങളൊക്കെ പാലിക്കുക? എങ്കിലും അവിടുത്തെ മനസ്സിലൊന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അത്യന്ത വിനയാന്വിതമായ ഭാവത്തിൽ അതേ സമയത്ത് തൻ്റെ സ്വരൂപം എന്തെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട്. എവിടെയാ സ്വരൂപം വെളിപ്പെടുത്തുന്നേ? ശത്രുമിത്ര ഉദാസീന ഭേദവും എനിക്കില്ല എന്ന് പറയുമ്പോൾ പാരമാർത്ഥികമായ ഈശ്വരഭാവമാണ് തൻ്റെത് എന്ന് രാമൻ വെളിപ്പെടുത്തുകയാണ്. അതേസമയത്ത് ബാലനായതുകൊണ്ട് ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ല. എങ്കിലും അങ്ങയുടെ
വാക്യം ലംഘിക്കാൻ കഴിയില്ല. വില്ലിങ് തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ളക്കേടും ഉണ്ടാക വേണ്ട. അവിടുത്തെ മനസ്സിന് വിഷമമുണ്ടാവേണ്ട, അതുകൊണ്ട് വില്ല് തന്നാലും എന്ന് പറഞ്ഞ് പരശുരാമനിൽ നിന്ന് വില്ല് സ്വീകരിക്കുന്ന ശ്രീരാമൻ്റെ ഭാഗമാണ് ഇപ്പോൾ വായിച്ചത്. വളരെ ശ്രദ്ധേയമാണ്. കാരണം സർവം ചെയ്യാൻ പരാക്രമശാലിയായി കഴിവോടത്തവൻ രാമൻ അത്യന്ത വിനയാന്വിതനായി പ്രസിദ്ധനും അതുപോലെ വൃദ്ധനുമായ പരശുരാമൻ്റെ മുമ്പിൽ വ്യവഹരിക്കുന്നത് നമ്മൾ കാണുന്നു. പൗരുഷത്തിൻ്റെ കരുത്തിൻ്റെ ഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് തൻ്റെ മുമ്പിൽ പരശുരാമൻ വെച്ച വെല്ലുവിളിയെ പൂർണ്ണമായി സ്വീകരിക്കുന്നു. പക്ഷെ അതേ സമയത്ത് ഔദ്ധത്യത്തിൻ്റെ കണികയില്ലാതെ അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി. ഇതാണ് ഈ ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അനന്തരം വില്ല് കുലച്ച രാമൻ അമ്പിനെ തൊടുത്ത് ലക്ഷ്യം ചോദിക്കുകയാണ്. ഒരിക്കലും തൻ്റെ അമ്പ് വ്യർത്ഥമാവില്ല. കാരണം സത്യസങ്കൽപ്പനാണ് ഈശ്വരൻ. രാമൻ സത്യസങ്കൽപ്പനാണ്. അപ്പോൾ സത്യസങ്കൽപ്പനായ രാമൻ്റെ ഒരു വാക്കും ഒരു പ്രവൃത്തിയും വ്യർത്ഥമാവില്ല. എന്തായിരിക്കണം തൻ്റെ അമ്പിൻ്റെ ലക്ഷ്യം? അവിടെയാണ് പരശുരാമൻ തൻ്റെ തപസ്സിലൂടെ നേടിയ, പുണ്യഫലമായി നേടിയ സമ്പൂർണങ്ങളായ ലോകങ്ങളെയും ആ അമ്പിന് ലക്ഷ്യമായി പറയുന്നത്. അങ്ങനെ താൻ ഇത്രയും കാലം സമാഹരിച്ച മുഴുവൻ പുണ്യഫലമായുള്ള ലോകങ്ങളെയും, ലോകം അനുഭവമണ്ഡലം, സകല അനുഭവമണ്ഡലങ്ങളെയും ശ്രീരാമൻ്റെ അമ്പിന് ലക്ഷ്യമാക്കാൻ പരശുരാമൻ ആവശ്യപ്പെട്ടു. ഇവിടെ രാമൻ്റെ സത്യനിഷ്ഠയും ഒരിക്കലും വ്യതിചലിക്കാത്ത ലക്ഷ്യബോധവും അതാണ് പ്രത്യേകം എടുത്ത് കാണിക്കപ്പെടുന്നത്. ഒരിക്കൽ പോലും വ്യർത്ഥമാകില്ല. ഇത്, ഈ സത്യനിഷ്ഠ, ഒരിക്കലും വ്യർത്ഥമാകാത്ത ലക്ഷ്യബോധം ശ്രീരാമനിൽ നമ്മൾ കാണുന്നു. ശ്രീരാമനെ ഉപാസിക്കുന്ന സർവരിലും തന്നെ അതുണ്ടാവട്ടെ. ഈ വിഷയം ഇവിടെ മാത്രമല്ല, രാമായണത്തിൽ ഉടനീളം പരാമർശിക്കപ്പെടുന്നതാണ്. ഒരിക്കലും വ്യർത്ഥമാകാത്ത ലക്ഷ്യനിഷ്ഠയാണ് രാമൻ്റെത്. ആ പൂർണ്ണ പുരുഷൻ്റെ ഭാവം ഈ പരശുരാമനുമായുള്ള സംഗതിയിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളിവിടെ രാമായണം ശ്ലോകാനുശ്ലോകം പഠിക്കുന്നില്ല, എങ്കിലും പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങൾ ചൂണ്ടിക്കാണിച്ച് രാമായണ മഹിമയെ ഉൾക്കൊള്ളാൻ പ്രേരണ നൽകുക മാത്രമാണ് ചെയ്യുന്നത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. നമസ്കാരം.